Hi guys, Assalamualaikum. Welcome back to my YouTube channel Chippu's Vlog and it's me Chippu here. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മളൊന്ന് പുറത്ത് പോവാണ്, ഒരു ബീച്ച് പോവാണ്. ഒറ്റക്കാണ്, വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ചില്ലൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് പുറത്തൊന്ന് ഇറങ്ങാൻ തോന്നി. അപ്പോൾ ഞാൻ വെച്ചാൽ കറമേ പോകാൻ, എൻ്റെ വീട് വന്നിട്ട് എടപ്പാളാണ്. അതിന് തൊട്ടടുത്തുള്ളൊരു ബീച്ചാണ് പൊന്നാനി ബീച്ച്. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. ഈ ഡ്രസ്സ് വന്നിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാനൊരു ജംസ്യൂട്ടാണ്, ഫുൾ ലെങ്ത്ത് തന്നെ. ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഇടാം ഡ്രസ്സിൻ്റെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വൈകുന്നേരം ഞാനും വന്നിരുന്നു 2:30 3 മണിയാവാനായി. പോയിട്ട് വരാം. അങ്ങനെ വെറും 10 മിനിറ്റ് കൊണ്ടാണ് ഞാൻ അവിടെ എത്തിയപ്പോൾ നല്ല വെയിലും കാര്യമുണ്ട്, പക്ഷെ മഴക്കാറ് നല്ല ഉണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എത്തി ഗൈസ്. ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ആകെ ഒരു 10 മിനിറ്റ് എടുത്തിട്ടില്ല എനിക്ക് ഇവിടെ എത്താൻ. അത്രയും പെട്ടെന്ന് എത്തി. നല്ല വെയിലുണ്ട് എന്ന് കണ്ടിട്ടാണോ ഞാൻ ഈ നേരത്തെ ഇറങ്ങി. പക്ഷെ കുഴപ്പമില്ല, ഭയങ്കര ഒരു ഗുഡ് ഫീല്. നല്ല വേവ് ഉണ്ടല്ലോ. നമുക്കൊന്ന് അങ്ങനെ ഇറങ്ങാം. ഓക്കെ, വെയിലാറിയിട്ട് വെള്ളത്തേക്കൊക്കെ ഇറങ്ങാം. ആരുമില്ല. ഒന്നാമത്തെ ഈ ടൈം, പിന്നെ ലീവുള്ള ദിവസമല്ല, വർക്കിംഗ് ഡേ ആണ്, മൺഡേ ആണ്. അതുകൊണ്ട് തന്നെ ആരും ഉണ്ടാവില്ല. ആരും എന്താ വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും, തിരക്കുണ്ടാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അവിടെ എത്തി. കുറച്ചുള്ളൂ ബീച്ചിലേക്ക്. നല്ല രസമുണ്ട്. വിചാരിക്കും ആരെങ്കിലും കൂടെ വന്നൂടെ ഫ്രണ്ട്സിന്, അത് വേറെ വൈബ്, ഇത് വേറെ രസം. പിന്നെ ഞാൻ അത് പ്ലാൻ ചെയ്തതൊന്നല്ല, അത് പെട്ടെന്ന് എനിക്ക് തോന്നി വരാന്ന്. ഹായ്, നല്ല രസമുണ്ട്. ഞാൻ അവിടെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ, കല്യാണ ചെക്കനും പെണ്ണ തോന്നുന്നു. ബാക്കിലാ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് ഗൈസ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, ഞാൻ എവിടെ ഇരിക്കണം, എങ്ങനെ ഇതാക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ പിന്നെ വെച്ചിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് കൂളായി. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് നേരം ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം കടലൊക്കെ നോക്കിയിരുന്ന് അങ്ങനെ കുറച്ച് നേരം ചില്ലൗട്ടായത്. ഞാനിങ്ങനെ പൊന്നാനി ബീച്ച് എന്തിനാ വെറുതെ എന്തിനാ പോയേ അപ്പൊ വെറുതെ ഒന്നോട്ട്. ടിപ്പിക്കൽ എല്ലാ ഫാദേഴ്സും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മഴക്കാറ് കാണുന്നുണ്ടോ? ഞാൻ കോട്ട് എടുത്തിട്ടില്ല, പക്ഷെ റെയിൻകോട്ട് ഉണ്ട് കയ്യില്. ചാർജർ എടുത്തിട്ടുണ്ട്,
ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. ആദ്യം വേണ്ടത് നമുക്ക് മലക്കരുത്തട്ടോ. അവിടെ ഫാമിലീസൊക്കെ ഉണ്ട്. ഞാൻ വല്ലാണ്ട് കാട്ടിൻ്റെ ഉള്ളിലേക്കും അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്തേക്കൊന്നും പോയിരുന്നിട്ടില്ല. എല്ലാവരും കാണുന്ന സ്ഥലത്തൊക്കെയാണ് വന്നിരുന്നത്. എന്തൊരു രസം. വെറുതെ സംസാരിക്കാന്ന് കരുതി. നല്ല കാറ്റത്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പുറത്തേക്കിങ്ങനെ വരാനുണ്ടായൊരു കാര്യം എന്താ വെച്ചാൽ 1 വീക്കായിട്ട് ഫുൾ ഭയങ്കര വെയ്യായിലായിരുന്നു. ഇപ്പോഴും കൈമത്തൊന്നും മാറില്ല. ഇപ്പോൾ സാധനം കണ്ടില്ലേ, നല്ല വേദന. ഇഞ്ചക്ഷൻ ചെയ്തിട്ട് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഞാൻ ഫുൾ കിടപ്പിലായിരുന്നു. അപ്പോൾ ഫുൾ വീട്ടിൽ തന്നെ ഇരുന്ന് എനിക്കിങ്ങനെ ഭ്രാന്ത് പിടിക്കുക. അപ്പം ഇറങ്ങിയതാ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോകണം, സ്കൂട്ടി ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോകണം, കറങ്ങണം എന്നൊക്കെ. എല്ലാ ടിപ്പിക്കൽ ഗേൾസിനുള്ള പോലെ തന്നെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. ഇപ്പം എന്താ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്നാകെ 10 മിനിറ്റ് കൊണ്ട് ഞാൻ എത്തി. ഇവിടെ അത്ര അടുത്താണ് ഇവിടെ പൊന്നാനി ബീച്ച്. നല്ല സ്ഥലം. ആൻഡ് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ വരുന്നത് ഒറ്റക്കൊക്കെ ഇങ്ങനെ ഒരു സ്പോട്ടിൽ ഇരിക്കാനൊക്കെ ആയിട്ട് ഞാൻ വരുന്ന ആദ്യമായിട്ടാണ്. എടുത്തിട്ട് ഇങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട്, ബൈക്കിട്ട് ഇങ്ങനെ പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പിക്നിക്ക് പോലെയൊക്കെ വന്നേ. പിന്നെ ഇവിടുന്ന് ഐസ്ക്രീം അങ്ങനത്തെ മൂടൊന്നും എനിക്കില്ല. ഐസ്ക്രീം കഴിക്കണം അങ്ങനെ വെറുതെ ഞാൻ വന്നിരുന്ന് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. 2 ദിവസമായിട്ട് ഭയങ്കര മഴയല്ലേ. ചിപ്പു ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. സ്നേഹിച്ചാൽ സ്നേഹിച്ച് കൊല്ലും, ഇല്ലെങ്കിൽ നക്കിക്കൊല്ലും എന്നറിയില്ലേ. അങ്ങനത്തെ ആൾക്കാരാണ് ഈ പൊന്നാനിക്കാർ. ഞാൻ നേരത്തെ ഇരുന്ന സ്ഥലം നല്ല സ്ഥലമായിരുന്നേ. പക്ഷേ ഞാൻ ഇരിക്കോടത്ത് വെള്ളം കയറി. അപ്പോൾ അവിടെ ഞാൻ എണീറ്റ് വന്നതാണ്. കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോവാം. ദാറ്റ്സ് ഇറ്റ്. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ആണ് പൊട്ടി ഗൈസ് തേങ്ങ. ആ സ്പോട്ടൊന്ന് മാറ്റി പിടിച്ച്. ഇപ്പം ഇങ്ങനെ തിരക്ക് വരുന്നുണ്ട്, വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ നടക്കുകയാണ്. ഇത് പറയാനുള്ളതെന്ന് വെച്ചാലേ, ഇപ്പം ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് കണ്ടിട്ട് കുട്ടികൾ ഇറങ്ങി ഓടണം ഒറ്റയ്ക്ക് അങ്ങനെയൊന്നല്ല. നിങ്ങൾ സേഫ് ആണെങ്കിൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല തന്നെയാണ്. അല്ലാണ്ട് ഇത് കാണിച്ചിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനൊന്നല്ല. എനിക്ക് ഓക്കെയാണ്. എനിക്ക് ഇന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങി. ഇല്ലെങ്കിൽ ഞാനിവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കും. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അത്ര ദൂരമില്ല. അത് പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ ഇറങ്ങാം. ഇന്ന പ്ലേസിലേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തേക്കാണ് ഞാൻ വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇൻഫോം ചെയ്തിട്ട് ഇറങ്ങാം. അല്ലാണ്ട് സർപ്രൈസ് കൊടുക്കാനൊന്നും അങ്ങനത്തെ ഇതൊന്നും എനിക്കില്ല, മൈൻഡൊന്നും എനിക്കില്ല. പറഞ്ഞിട്ട് ചോദിച്ചൊക്കെ ഇറങ്ങാം. അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ പാരൻസിനോട് ഇൻഫോം ചെയ്യുക. അതൊക്കെ അല്ലാണ്ട് സാഹസികത കാണിച്ചിട്ട് ട്രോളാവാമെന്ന് നിൽക്കരുത് നിങ്ങളാരും. കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ ഇത് കുട്ടി അങ്ങനെ പോയല്ലോ, അപ്പോൾ അത് എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ അങ്ങനെ മീൻ ചെയ്യുന്നേ ഇല്ല കുട്ടികളോട്. കാരണം നിങ്ങൾ ക്യാപ്പബിൾ ആണെങ്കിൽ മാത്രം, നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങളുടെ പാരൻസ് നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങാം. ഓക്കെ, വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കുഴപ്പമില്ല തോന്നുന്നു. നിങ്ങളൊരു ബീച്ച് പേഴ്സൺ ആണോ മൗണ്ടൻ പേഴ്സൺ ആണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് സാധനമൊന്നുമില്ല. എനിക്ക് സ്ഥലങ്ങൾ പോണതേ ഇഷ്ടമാണ്. അത് ബീച്ചാവണം, മലയാവണം, കുന്നാവണമെന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ടല്ലോ. ബീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൗണ്ടനും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഒമാനിൽ പോയ സമയത്തായിരുന്നു കുറേ അധികം മലകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടത്. അതും ഇഷ്ടമാണ്, ബീച്ചും ഇഷ്ടമാണ്. ഒരു ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ഇടാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ എനിക്ക് ഡെയിലൊന്നും ഉണ്ടാവണില്ല. ഉണ്ടെങ്കിലല്ലേ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇടാം. വെറുതെ നമ്മൾ രാവിലെ എണീറ്റു അതാക്കി എന്നുള്ളത് ഒരു കണ്ടന്റ് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡേ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഞാൻ വെറുതെ ഇങ്ങനെ കണ്ടന്റിന് വേണ്ടിയിട്ട് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ഞാൻ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാറില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കളരി പോകാണ്ട്, പിന്നെ അത് എനിക്ക് സൂംബ ക്ലാസ് ഉണ്ട്.
രാവിലെ എണീക്കുന്ന വേറെ സ്പെഷ്യലായിട്ടൊരു കാര്യം നടക്കണില്ല. ഉണ്ടെങ്കിലല്ലേ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തത് കേട്ടോ. രാവിലെ എണീക്കുന്ന ഒരു സെയിം റൂട്ടീൻ തന്നെയാണ് എൻ്റെ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് അങ്ങനെ പോവും ചില ദിവസങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തത്. ഓക്കെ, ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് എനിക്ക് വേണ്ടി എടുത്തൊരു എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു വ്ളോഗാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ അറിയില്ല. ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ മെല്ലെ തിരിക്കും. ഓക്കെ, സൈൻ ഓഫ് ചെയ്യാൻ വിചാരിച്ചു. ഇത്രയുള്ള വീഡിയോ. ഞാൻ നേരെ വീട്ടിൽ പോകും. എവിടെയും കയറുന്നുണ്ടാവില്ല, വിചാരിണെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഹോപ്പ് യു എൻജോയ് ഓൾ ദിസ് വീഡിയോ. നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങൾ ഓക്കെ ആവണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്തിലൂടെയാണോ നിങ്ങൾ ഓക്കെ ആവുന്നത് അത് ചൂസ് ചെയ്യാം. ആൻഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വ്ളോഗ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്താ പറയുക, ആഫ്റ്റർ ഓൾ എന്തുണ്ടായിക്കോട്ടെ, അറ്റ് ലാസ്റ്റ് നിങ്ങളുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ വേണം. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.